ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാവർക്കും എജുപോർട്ടിൻ്റെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഈ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, എന്താണ് മേശയിൽ എന്താണുള്ളതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മേശയിൽ എന്താണെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഈ സംഗതി ഞാനിവിടെ ഇങ്ങനെ ഒരു തമ്പ് കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ സ്ലൈഡിൽ ഇങ്ങനെ കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, പലപ്പോഴായിട്ട് എല്ലാവരും പഠിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണിത്. മേശ എന്ന് പഠിച്ചേക്കും. ആക്ച്വലി ഇങ്ങനൊരു സാധനം നമുക്ക് പഠിക്കാനില്ല. പിന്നെ പഠിക്കാനില്ലാത്തൊരു സാധനത്തിനെ കുറിച്ച് ഞാൻ എന്തിനാ ഇവിടെ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ, ഇത്രയുള്ള കാര്യം, പലപ്പോഴായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല ഇൻഫർമേഷൻസും അത് ജെനുവിനാണോ അല്ലെങ്കിൽ അത് ഫേക്കാണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് മാറുന്നത്, അല്ലേ? അതിനേക്കാൾ ഉപരി അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ് ആക്ച്വലി നിങ്ങളൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ അതേപോലെ മേശയിൽ എന്താണ് നല്ല പഠിക്കേണ്ടത്, ആക്ച്വലി സ്റ്റാറ്റിൽ ഈ ഭാഗം പഠിക്കേണ്ടത് മേശ എന്നല്ല, അതെന്താണ്, പട്ടിക എന്നാണ് കേട്ടോ. അതായത് പാർട്സ് ഓഫ് എ ടേബിൾ. ഓക്കെ, പലപ്പോഴായിട്ട് ടേബിളിൻ്റെ മലയാളമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, ഈ പറഞ്ഞ മേശ എന്നാണ്. പക്ഷേ സ്റ്റാറ്റിൽ ടേബിൾ എന്ന് പറഞ്ഞാൽ മേശ എന്നല്ല, അത് പട്ടികയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എൻ്റെ മക്കളെ മനസ്സിലാക്കുക എന്താണ് ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്കത് നോക്കാം. ആദ്യമായിട്ട് അത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, +1 നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എഴുതാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള കാര്യങ്ങൾ വെച്ചാൽ, എത്ര പാഠങ്ങൾ പഠിക്കണം, ഏതൊക്കെ പാഠങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തൊക്കെയാണ് ഓരോ പാഠത്തിനും പഠിക്കേണ്ടത്, ഇങ്ങനെ 100 കാര്യങ്ങൾ നിങ്ങളുടെ തലയുടെ അകത്ത് ഓടുന്നുണ്ടാവും. അതിൻ്റെ പുറമെ ഒരുപാട് കാര്യങ്ങൾ വേറെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം മാറ്റിയിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി നിങ്ങളോടാണ് എനിക്കിത് പറയാനുള്ളത്. എക്സാമിന് അഥവാ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് എക്സാം +1 സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ലേ, ഒന്നുമില്ല, ഡെയിലി സ്റ്റഡി പ്ലാൻ. അതായത് ഇനിയുള്ള ദിവസങ്ങളെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്. നമ്മൾ വെറുതെ ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഓരോ ദിവസം കൃത്യമായിട്ട് ഇനിയുള്ള പരീക്ഷയുടെ മുമ്പുള്ള ഇത്രയും ദിവസങ്ങൾ കൃത്യമായിട്ട് മുറിച്ചിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്ന രീതി നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാർക്ക് ഒരു 15 ഇനി 80 പ്രതീക്ഷിക്കുന്ന ആൾക്കാരോടല്ലോ പറഞ്ഞത്, നിങ്ങളൊരു 40-50 മാർക്കാണ് പ്രതീക്ഷിച്ചെങ്കിൽ അതിനേക്കാൾ 15-20 മാർക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് കാരണം മാത്രം കൂടുതൽ കിട്ടും. കാരണം നിങ്ങളവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്റ്റഡി ഗ്രൂപ്പ് എന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം, വെറുതെ കുറേ വലിച്ചു വാരി വായിച്ചിട്ടൊന്നും കാര്യമില്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നോട്ടുകൾ വേണം, അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചിട്ടൊരു കാര്യമില്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ വെറുതെ വായിച്ച് പോകണമെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ട നോട്ട്സ് അത് എവിടെ നിന്ന് കിട്ടും, നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം, ഈ പറഞ്ഞ മൈക്രോബിറ്റാണ്. മൈക്രോബിറ്റ് എന്താണെന്ന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ പറയണേ, പഴയതുപോലെയല്ല. മൈക്രോബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കോപ്പി അടിക്കാനുള്ള ഒരു സംഭവമല്ല. അത് കോപ്പി അടിക്കാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എജുപോർട്ട് പടച്ചിറക്കിയ ഒരു സാധനമല്ല. എസ്പെഷ്യലി ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടല്ല, കോപ്പി അടിക്കാൻ വേണ്ടിയില്ല. കോപ്പി അടിച്ച് കിട്ടുന്ന ഒരു മാർക്ക് പോലും നമുക്ക് ആർക്കും വേണ്ട. കാരണം മാന്യമായിട്ട് നേടുന്ന, തോൽവിയാണെങ്കിൽ പോലും അതിൽ മാന്യത ഉണ്ടാവണമെന്ന് പറയല്ലേ. വിജയമാണെങ്കിലും എന്ത് ചെയ്യണം, അതിൽ മാന്യത ഉണ്ടായിരിക്കണം. അപ്പോൾ മാന്യമായിട്ട് ജയിക്കാനും മാന്യമായിട്ട് തോക്കാനുള്ള ഒരു ചങ്കൂറ്റൻ്റെ മക്കൾക്ക് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാന്യമായിട്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു വക അതാണ് ഇവിടെ കിട്ടുന്നത്. ആ മാന്യതയോട് കൂടി തന്നെ പറയുന്നു, മൈക്രോബിറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കാനുള്ളതല്ല. ഓക്കെ, ആബ്സല്യൂട്ട്ലി നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ പഠിച്ച ഓരോ പാഠഭാഗങ്ങളും കൃത്യമായിട്ടത് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമുള്ള അതൊരു റിവിഷൻ നോട്ട് പോലെ ഉപയോഗപ്പെടുത്തുന്ന സാധനമാണ് ഈ പറഞ്ഞ മൈക്രോബിറ്റ്. അല്ലാതെ എന്തല്ല, കോപ്പി അടിക്കാനുള്ളതല്ല. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട്. നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാകുന്ന വെറും ഒരു മാരത്തൺ ലൈവ് അല്ലാതെ ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ എവിടെ കിട്ടും, ഈ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ചോദ്യമായിരിക്കും, സാറേ ഈ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾക്കത് സാധിക്കില്ല സാറേ, അത് ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോഴാണ് എനിക്ക് ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറയല്ലേ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടുന്നത്. ഈ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ₹1 പോലും ചിലവാക്കേണ്ട. നിങ്ങൾക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അവിടെ നിൽക്കട്ടെ, വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് ഇത് കാണണമെങ്കിൽ, മക്കളെ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ വേറെ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത കാര്യം, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക,
പാർട്സ് ഓഫ് എ ടേബിൾ എന്ത് ചെയ്യാൻ പറയും, നമ്മളോട് ലിസ്റ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പട്ടികയ്ക്ക് പ്രധാനമായിട്ടും 8 ഭാഗങ്ങളുള്ളത്. 8 ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കി പറയണേ പ്രധാനപ്പെട്ട 4 അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് 4 ഇങ്ങനെയൊന്നും പഠിക്കണ്ട. 8 ഭാഗങ്ങളുണ്ടെന്ന് പഠിക്കാം. 8 ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വിസിബിൾ ആയിക്കൊള്ളുന്നില്ല. കാരണം എന്ന് പറയുന്നത് അത്യാവശ്യം കളറ് നല്ല പോലെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്നുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കിക്കോളൂ. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾക്കും വായിച്ചു നോക്കാം. 2011 ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് അല്ലേ. ആ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പുറത്തിട്ട ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സംഗതി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ജനസംഖ്യ എത്രയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2011 ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 2001 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2011 എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് ഇതിന് കാണാൻ പറ്റും. 19 കോടി, അഥവാ ഏകദേശം അറൗണ്ട് 20 കോടി ജനസംഖ്യ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കേസ് വരികയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ ഒരു 12ാം സ്ഥാനത്തൊക്കെയാണ് കൊടുക്കുന്നത്. ഈ 12ാം സ്ഥാനത്ത് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3,33,00,000. 3,33,00,000 ഈ ഡാറ്റ ഇവിടെ കാണാം. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞൊരു സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് അരുണാചൽ പ്രദേശ്, മിസോറം ഒക്കെ കഴിഞ്ഞ് കാണുന്നുണ്ട്. അതോടൊപ്പം ലാസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്, ഏറ്റവും ലാസ്റ്റ് സിക്കിം എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. സിക്കിം എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 6,07,000 6,07,000 ആൾക്കാർ മാത്രമേ അന്ന് അവിടെ ജനസംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഡൽഹിയും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയും ചണ്ഡീഗഡൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയും മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ മൊത്തം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരുന്നത്. ഇത് ആക്ച്വലി ഒരു ടേബിളാണ്. ഇതൊരു ടേബിളാണ് കൊടുത്തിരുന്നത്. ഈ ടേബിളിൻ്റെ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. എല്ലാ ടേബിളിനും കാണുന്ന 8 ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യമാണ് ടേബിളിന് എല്ലാത്തിനും ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ ടേബിളുകൾക്കും ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടേബിളിൻ്റെ നമ്പർ. എന്തിനാണ് അത് കൊടുക്കുന്നത് വെച്ചാൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഒരുപാട് ടേബിളുകൾ വരുമ്പം അതിൽ എത്രാമത്തെ ടേബിളാണെന്ന് അറിയണമെങ്കിൽ ടേബിളിന് നമ്പർ കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന ഈ ചാപ്റ്റർ ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ കാണാം 2.3 എന്ന് കാണാം. അതിൻ്റെ അർത്ഥം എന്താ, 2ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ ടേബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതേപോലെ ടേബിൾ നമ്പർ ഉണ്ടാവും. ഇനി അതിൻ്റെ തൊട്ടതായ ടൈറ്റിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ ടേബിളിൻ്റെ ടൈറ്റിൽ എന്താ പറയുക, റാങ്കിങ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ബൈ പോപ്പുലേഷൻ 2001 ആൻഡ് 2011 എന്ന് വെച്ചാൽ എന്താണ് 2001 2011 ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും തരംതിരിച്ചിരുന്ന പട്ടിക. അത്രയും വലിയൊരു ഹെഡിങ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഹെഡിങ്ങിനെ നമ്മൾ വിളിക്കുന്നവരാണ് ടൈറ്റിൽ എന്നാണ് വിളിക്കുക. ഇതാണ് ടേബിളിൻ്റെ 2ാമത്തെ ഭാഗം. ഇനി 3ാമതായിട്ട് വരുന്നൊരു ഭാഗമാണ് ഹെഡ് നോട്ട് എന്ന് പറയും. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ കംപ്ലീറ്റ് കോടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരും 121 എന്ന് മാത്രം തരും. എന്നിട്ട് ഈ പറഞ്ഞ ഹെഡിങ്ങിൻ്റെ തൊട്ടതായ ഒരു സ്റ്റാർ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാലും ഇൻ ക്രോർസ് അഥവാ കോടികളിലാണ് കേട്ടോ അത് പറയുന്നത് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ, 121 കോടി നമ്മൾ വായിക്കണം. വെറും 121 അല്ല, 121 കോടി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ഡാറ്റ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടതായ എന്താണോ ഹെഡിങ്ങിൽ പറഞ്ഞ കാര്യം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഹെഡ് നോട്ടിൽ കൊടുക്കുക. ഇനി 4ാമത്തെ കാര്യം, 3 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്റ്റബുകളും ക്യാപ്ഷൻസുമാണ്. ആദ്യം നമുക്ക് ക്യാപ്ഷൻസ് പറയാം. ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ടേബിളിൽ നോക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ 1ാമത്തെ കോളം, 2ാമത്തെ കോളം, 3ാമത്തെ കോളം, 4ാമത്തെ കോളം, 5 കോളം, 6 കോളം കാണാം അല്ലേ. ഈ കോളത്തിന് ഓരോന്നിനും ഹെഡിങ് ഉണ്ട്. 1ാമത്തെ കോളത്തിന് റാങ്ക് ഇൻ 2011 2011 റാങ്കുകൾ ഇന്ത്യ, സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് കൊടുത്താണ് 2ാമത്തെ കോളം. 3ാമത്തെ കോളത്തിൽ പോപ്പുലേഷൻ 2011 പോപ്പുലേഷൻ. 4ാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കാണുന്നത് 2011 പെർസെൻറ്റേജ്, 2001 പെർസെൻറ്റേജാണ് 5ാമത്തെ കോളം. ലാസ്റ്റ് കോളം 2001 ഇന്ത്യയുടെ റാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 6 കോളങ്ങൾ കാണാം. ഈ 6 കോളങ്ങൾക്കും ഹെഡിങ് ഉണ്ട്. അപ്പോൾ കോളങ്ങളുടെ ഹെഡിങ്ങിനെ നമ്മൾ വിളിക്കുന്നവരാണ് ക്യാപ്ഷൻസ്. എന്താ വിളിക്കുക, ക്യാപ്ഷൻസ്. ഇത് ഓർത്തൊക്കെ ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ക്യാപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൊക്കക്കോള കേട്ടില്ലേ, അതേപോലെ കൊക്കാന്ന് പഠിക്കുക. കൊക്കാന്ന് പഠിച്ചാൽ എന്താണ്, കോളത്തിൻ്റെ ഹെഡിങ്ങാണ് ക്യാപ്ഷൻസ്. അപ്പം മാറിപ്പോയില്ല, കോളത്തിൻ്റെ ഹെഡിങ്ങാണ് ക്യാപ്ഷൻസ്. അതിലെ കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം എന്ന് പറഞ്ഞതും ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ഷൻസ് എന്നും. അപ്പോൾ കോളത്തിൻ്റെ ഹെഡിങ്ങാണ് ക്യാപ്ഷൻസ്. കൊക്ക എന്ന് പഠിച്ചേക്കാം, അല്ലെങ്കിൽ കാക്കോ എന്ന് പഠിച്ചേക്കാം. നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഇനി അടുത്തത് 4ാമത്തെ കഴിഞ്ഞു 5ാമത്തെ ഘടകമായിട്ട് വരുന്നതാണ് സ്റ്റബുകൾ എന്ന് പറയും.
സ്റ്റബ് എന്ന് പറഞ്ഞാൽ അധികം പേരും കൺഫ്യൂഷനാണ് സാധനമാണ്. ഈ സ്റ്റബ് എന്ന് പറയുമ്പോൾ എന്താ ഒരു കൺഫ്യൂഷൻ വേണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഇങ്ങനെ കോളങ്ങളല്ല പറഞ്ഞത്. അതിന് പകരം നിങ്ങൾ നോക്കുക, ഇവിടെ ഓരോ വരികളുടെ ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി, 5, 6, 7, 8 അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ 35 വരികൾ ഇവിടെ ഉണ്ട്. ഈ 35 വരികൾക്ക് എന്താണ് ഓരോ ഹെഡിങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഓരോ വരികളുടെയും ഹെഡിങ് അല്ലെങ്കിൽ സ്റ്റബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വരികളുടെ, ഓക്കെ, ഓരോ വരികളുടെയും വരികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഓരോ നിരകൾ എന്നാണ് പറയാം അല്ലേ. വരികൾ എന്ന് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, യഥാർത്ഥത്തിൽ നിരകൾ എന്ന് പറയാം. അപ്പോൾ ഈ വരികളും നിരകളും പറഞ്ഞ സമയത്ത് സ്റ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കുക, റോസ് എന്ന് ആലോചിച്ചാൽ മതി. റോസ് എന്ന് ആലോചിച്ചാൽ എന്താണ്, റോ ഹെഡിങ്ങിന് നമ്മൾ പറഞ്ഞതാണ് സ്റ്റബ്. എന്താണ് പറയുക, റോ ഹെഡിങ്ങിന് പറഞ്ഞാൽ സ്റ്റബ്. ഇനി അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സ്പെല്ലിങ് കണക്ക് നിങ്ങൾ കാര്യമായിട്ട് എടുക്കില്ലെങ്കിൽ റോസ്റ്റ് എന്ന് പഠിച്ചേക്കുക. റോസ്റ്റ് എന്ന് പഠിച്ചാൽ എന്താണ്, റോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ ഫോർ റോ, ST4 എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റബുകൾ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേക്കാം. അപ്പോൾ സ്റ്റബുകൾ എന്ന് പറഞ്ഞാൽ ഓരോ റോ ഹെഡിങ്ങിന് പറഞ്ഞതാണ് സ്റ്റബുകൾ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ നോക്കിക്കോളൂ, ഈ ടേബിളിലൂടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പേഴ്സ് മുഴുവൻ ഓക്കെ. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, നമ്പറുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇത്രയും ഡാറ്റയെ നമ്മൾ വിളിക്കുന്നവരാണ്, ഇതിന് നമ്മൾ വിളിക്കുന്നവരാണ് ബോഡി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, ബോഡി. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഈ ടേബിൾ ഇല്ലല്ലേ. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾക്ക് തല മാത്രമേ ഉള്ളൂ, അയാളെ ജീവനുണ്ടെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ശരീരം വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഇത്രയും ഡാറ്റകൾ നമ്മൾ വിളിക്കുന്നവരാണ് ബോഡി എന്ന് വിളിക്കുക. അപ്പോൾ എത്ര എണ്ണമായി, 6ാമത്തെ കാര്യം അല്ലേ, 3, 6ാമത്തെ കാര്യം. ഇനി 7ാമത്തെ ഒരാളുണ്ട്, അയാളുടെ പേരാണ് സോഴ്സ് നോട്ട് എന്ന് പറയാം. ഈ സോഴ്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇപ്പം ഞാൻ കുഴിച്ചെടുത്തതാണോ, അല്ല, ഇതെവിടുന്ന് എനിക്ക് എൻ്റെ സോഴ്സ് കിട്ടിയത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ ടേബിളിൻ്റെ അടിയിലുണ്ടായിരുന്നു, ഞാനത് കട്ട് ചെയ്തതാണ്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലെ സെൻസസ് റിപ്പോർട്ടാണ് അല്ലേ. അപ്പോൾ സെൻസസ് 2011 എന്നാണ് കാണുക. സോഴ്സ് ഇത് എവിടുന്നാണ് കിട്ടിയാൽ അതാണ്, അതിനെയാണ് നമ്മൾ സോഴ്സ് നോട്ട് എന്ന് പറയുക. അതാണ് ടേബിളിൻ്റെ 7ാമത്തെ ഭാഗം. എവിടുന്നാണോ ഈ ഡാറ്റ കിട്ടിയത് അത് എവിടുന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിനാണ് സോഴ്സ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ മിക്കവാറും പേജുകളിൽ കാണുന്ന സാധനമാണ് ഫുട് നോട്ട് എന്ന് പറയും. ഫുട് നോട്ട് പറഞ്ഞാൽ ഹെഡ് എന്ന് പറഞ്ഞാൽ തലഭാഗം, ടൈറ്റിലൊപ്പം വന്നല്ലേ. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭാഗം, അഥവാ താഴെ ഭാഗത്താണ് ഇത് എഴുതുക. അപ്പോൾ ഹെഡ് നോട്ട് ഫുട് നോട്ട് മാറിപ്പോകരുത്. ഫുട് നോട്ട് പറയുമ്പോൾ കാല് ഏറ്റവും അടിയിലല്ലേ, അപ്പോൾ താഴെ ഭാഗത്ത് എഴുതുന്നതാണ് ഫുട് നോട്ട്. ഹെഡ് നോട്ട് പറഞ്ഞാൽ ഹെഡ് തല ഏറ്റവും ടോപ്പിലല്ലേ, അപ്പോൾ മുകൾ ഭാഗത്ത് എഴുതുന്നതിന് ഹെഡ് നോട്ട് അങ്ങനെ മാറരുത്. അപ്പോൾ ഫുട് നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന സംഗതിയെക്കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇതിൽ പോണ്ടിച്ചേരി എഴുതിയിട്ട് അവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാർ അല്ലെങ്കിൽ ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം തരും. എന്നിട്ട് തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാഷ്ടാഗിൻ്റെ തൊട്ട് താഴെ അവിടെ എഴുതിക്കും. അഥവാ ഫുട് നോട്ട് കൊടുത്ത കാര്യം കേട്ടോ. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറീസ് ആണ്. യൂണിയൻ ടെറിട്ടറീസിനെയാണ് ഈ സൂചിപ്പിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിനെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതാണ് ഹാഷ്ടാഗ്. ഇവിടെ പോണ്ടിച്ചേരിക്ക് ഹാഷ്ടാഗ് ഉണ്ട്, ചണ്ഡീഗഡിനുണ്ട്, ആൻഡമാൻ നിക്കോബാറിനുണ്ട്, ഡൽഹിക്കുണ്ട്, ദാദാനാഗർ ഹാവേലിക്കുണ്ട്, ദാമൻ ദിയുവിനുണ്ട്, ലക്ഷദ്വീപിനൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഹാഷ്ടാഗ് കൊടുക്കുന്നത് അതെന്താണ്, ഒരു സിമ്പിളായിട്ട് കൊടുക്കുക അല്ലേ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഫുട് നോട്ട് എന്ന് പറഞ്ഞത്. ഇതാണ് ഒരു ടേബിളിൻ്റെ 8 ഭാഗങ്ങൾ. നോക്കിക്കോളൂ, 1, 2, 3, 4, 5, 6, 7, 8 ഭാഗങ്ങളാണ് ഒരു ടേബിൾ ഉണ്ടാവുക. ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാ നോക്കിക്കോളൂ. ടേബിൾ നമ്പർ, ടൈറ്റിൽ ഓഫ് ദ ടേബിൾ, ക്യാപ്ഷൻസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റബുകൾ, ബോഡി, ഹെഡ് നോട്ട്, ലാസ്റ്റ് 2 ഫുട് നോട്ടുകളും സോഴ്സുകളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു വൃത്തിയുള്ള ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് എ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം ടേബിളിൻ്റെ നമ്പർ കണ്ടല്ലോ, 21.3 എന്ന് കാണാം. അതാണ് ടേബിളിൻ്റെ ആദ്യത്തെ ഘടകം, ടേബിളിൻ്റെ നമ്പർ. അടുത്തത് ടേബിളിൻ്റെ ടൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇന്ത്യയിലെ ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി പറഞ്ഞാൽ ഈ കുട്ടികൾ ജനിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്ന കാര്യം പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ സൂചകങ്ങളാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ എന്താണ് ശരിക്കും സൂചിപ്പിക്കുന്നത്, ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. എക്സ്പ്ലനേഷൻ സ്റ്റാറിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ അതെന്തിനാണ് വരിക, അത് ഹെഡ് നോട്ടിലാണ് വരിക. കാരണം തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഹെഡ് നോട്ടിലുണ്ടാവുക. ഈ പറഞ്ഞ ഡാറ്റയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഫുട് നോട്ടിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റിൽ പറഞ്ഞു, ടേബിൾ നമ്പർ പറഞ്ഞു, ഹെഡ് നോട്ടുകൾ പറഞ്ഞു. പിന്നെ ടേബിളിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് മുഴുവൻ ടേബിളിൻ്റെ ബോഡിയാണ്. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ടേബിളിൻ്റെ ഇയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ റൂറൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അർബൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കമ്പൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ എന്താണ് നമ്മൾ പറയുക, ഇതിനൊക്കെ നമ്മൾ പറയുക ക്യാപ്ഷൻസ് എന്നാണ് പറയുക അല്ലേ. ക്യാപ്ഷൻസ് എന്നാണ് പറയുക. കാരണം എന്താ പറയുക, ഇതൊക്കെ കോളത്തിൻ്റെ ഹെഡിങ്. ഇനി റോ ഹെഡിങ് ഉണ്ട് അല്ലേ, വർഷങ്ങളുണ്ട്. ഈ റോ ഹെഡിങ് നമ്മൾ പറഞ്ഞൊരു സ്റ്റബുകൾ എന്നാണ് പറയുക അല്ലേ, സ്റ്റബ്സ് എന്നാണ് പറയുക. 84, 85, 86, 87 എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷം കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ എന്താണ് സ്റ്റബുകളാണ് പറയാം. ഇനി ലാസ്റ്റ് ഇവിടെ കാണാം സ്റ്റാർ ഇട്ട് കൊടുത്തത്
ഡെത്ത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡെത്ത് സ്റ്റാർട്ട് കൊടുത്താണ്. ഡെത്ത് ഡിവൈഡ് ബൈ 1000 ബർത്ത് എന്നാണ് പറയുന്നത് അല്ലേ, അതാണ് ഫുട് നോട്ടിലൂടെ കൊടുത്തില്ലേ. അപ്പോൾ ഹെഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരുന്ന ഡാറ്റയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫുട് നോട്ടിൽ ഉണ്ടാവുക. ആൻഡ് സോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇയർ ബുക്ക് 1986-87. അപ്പം 1986-87 ഉണ്ടാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇയർ ബുക്കിൽ നിന്ന് കിട്ടിയ ഡാറ്റ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടേബിളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്നത് പാഠഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ വരുന്നതിന് പാർട്സ് ഓഫ് എ ടേബിൾ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്കിന് ചോദ്യം വരും, നന്നായിട്ട് എഴുതുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൽ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.